ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷൻ കാട്ടുതീ പോലെ ആളിപ്പട്ടുകയാണ്. തീ പ്രളയം എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. 21-ാം ദിനത്തിലേക്ക് സിനിമ കടക്കുമ്പോൾ അഡ്വാൻസ് സെയിലിലൂടെ തന്നെ സിനിമയ്ക്ക് 56 ലക്ഷത്തോളം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഒരു മിഡ് വർക്കിംഗ് ഡേ 4-ാം വാരത്തിൻ്റെ 21-ാം ദിനത്തിൽ സിനിമയ്ക്ക് 56,86,000 രൂപയോളം ട്രാക്കേഴ്സ് മുഖാന്തരം ഉള്ള അഡ്വാൻസ് സെയിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യ വാരമോ 2-ാം വാരമോ അല്ല, 2-ാം വാരത്തിൽ പോലും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാറില്ല ഇത്രത്തോളം കളക്ഷൻ എന്ന് നമുക്ക് സ്വാഭാവികമായും കാണാറുള്ളതാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്ക്. ഇതിനിടയിൽ നമുക്ക് ഇനി അങ്ങോട്ട് കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ 20-ാം തീയതിയത്തെ അല്ലെങ്കിൽ 20-ാം ദിനത്തെ കളക്ഷനുകൾ പോവുകയാണെങ്കിൽ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 2,35,00,000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ 2 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ് ഈ ഒരു സിനിമ. തുടർച്ചയായ എല്ലാ ദിനങ്ങളിലും 2 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. 20 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ 255 കോടി, അതായത് ട്രാക്കേഴ്സ് പുറത്ത് വരുന്ന കാര്യങ്ങൾ 255.20 കോടി എന്നുള്ളതാണ്. എന്തായാലും എക്സലൻറ്റ് തേർഡ് വീക്ക് ഹോൾഡ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഒരു 10 കോടി, അതായത് കണക്കുകളിൽ പറയുന്ന നമുക്ക് കേട്ട റിവ്യൂകളിൽ ഉള്ളത് 262 കോടിയാണ് എമ്പുരാൻ്റെ ഏറ്റവും ഫൈനൽ എന്നുള്ളതാണ്. പല കണക്കുകളിലും 265 കോടി കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കണക്ക് പുസ്തകങ്ങൾ പോലും നമുക്ക് ആ പേജുകൾ കീറിക്കളയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. 10 കോടി കൂടി ഉണ്ടെങ്കിൽ ഈ സിനിമ ആ കണക്ക് പുസ്തകത്തിൻ്റെയും ആ പേര് വെട്ടാം എന്നുള്ളത് തന്നെ പറയാം. ലോക എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇനി ഒരു 300 കോടി ക്ലബ്ബ് എന്നുള്ള മലയാളത്തിൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ വെറും 45 കോടി കൂടെ മാത്രം മതി. കേരള ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രി ഹീറ്റിലേക്ക് അടിക്കാൻ 26 കോടി, അത് വരുന്ന ദിവസങ്ങളിൽ സിനിമ എത്തും എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഹിന്ദി വെർഷനിൽ സിനിമ 4 കോടിയിലേക്ക് എത്തുന്നു. ഇന്നത്തോടെ സിനിമ 4 കോടി കവർ ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടി സന്തോഷകരമായി തന്നെ നമുക്ക് പോകാം. ഇനിയും തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ഈ ആഴ്ചയോടെ 20 കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള ആ ഒരു വാതായനം തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ 2 സ്ഥലത്തെങ്കിലും 20 കോടി ഈ വീക്കെൻഡോടെ കഴിയുമെന്നുള്ളതും ഉറപ്പിക്കാം. ഇതിനോടകം തന്നെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. കൂടെ എത്തിപ്പിടിക്കാൻ വേറെ ഒരു സിനിമയ്ക്കും കഴിയുന്നില്ല. പല സിനിമകൾ ഇറക്കി നോക്കിയാൽ പോലും എത്തില്ല എന്നും അറിയാം. കാരണം ഇന്ന് ലോക ജനങ്ങളുടെ ചുണ്ടിലാണ് എന്നുള്ളതാണ്. അത്രത്തോളം ആളുകൾ ഈ ഒരു സിനിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഫ്രഷ്നെസ് തന്നെയാണ് ഏറ്റവും കൂടുതലായി ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതും. ഒരു സിനിമ കാണുമ്പോൾ കണ്ടുമടുത്ത കേട്ടുമടുത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരാൾക്ക് ചിന്തിച്ചെടുക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു സിനിമ കൊണ്ടുവരികയാണെങ്കിൽ അത് തന്നെയാണ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതെ, യൂത്തിൻ്റെ ബ്രില്യൻസ്. പ്രിയദർശൻ പറഞ്ഞ പോലെ തന്നെ ആ റേഞ്ചിലേക്ക് സിനിമ എത്തുകയാണ്. ഇനിയും ഹയസ്റ്റ് വേൾഡ് വൈഡ് ഫൈനലും ഹയസ്റ്റ് കേരള ഫൈനലും ഹയസ്റ്റ് ഓവർ. ഇന്നലെയും ചിത്രം നേടിയത് 4,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നും സിനിമയ്ക്ക് 2.25 കോടിയോളം കളക്ഷൻ വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അഡ്വാൻസിലൂടെ 50 ലക്ഷം കഴിയുന്ന സിനിമ ഇന്ന് മികച്ച രീതിയിൽ തന്നെ വീണ്ടും കുതിക്കും. ഇനി വരുന്ന സാറ്റർഡേ സൺഡേ ആണ് നമ്മുടെ ലക്ഷ്യവും. വരുന്ന ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ സ്ലോ ഓവർ കളിക്കുന്ന പോലെ നമുക്ക് കാണാം എന്നുള്ളതും കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ്സ്. ഇന്നത്തോടു കൂടി സിനിമ 258 കോടിയിലേക്ക് അല്ലെങ്കിൽ 260 കോടിക്കടുത്തേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്താണ്. താങ്ക് യു.